ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള മനുഷ്യർക്ക് പരിചയമുള്ള, അവർ കേട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ ഈ ധ്യാനം ആരംഭിക്കാം. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അപരിചിതരായ ആളുകൾ തരുന്ന ഭക്ഷണം കഴിക്കരുത്. അപരിചിതരായ ആളുകളോട് അധികം സൗഹൃദം കൂടരുത്. അപരിചിതരോടുള്ള ഭയം വർദ്ധിപ്പിക്കുന്ന ഇത്തരം നിരവധി കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. പരിചയമില്ലാത്ത മനുഷ്യർ ഭയപ്പെടേണ്ടവരാണെന്നും സംശയിക്കപ്പെടേണ്ടവരാണെന്നും അവരെ യാതൊരു കാരണവശാലും സുഹൃത്താക്കരുതെന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അനുദിനം കേൾക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിനൊരു വാക്കുണ്ട്, സെനോഫോബിയ, അപരിചിതരോടുള്ള ഭയം. എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം യാത്ര ചെയ്യുന്നു. ഒരാൾ ക്ലെയോപ്പാവ്, മറ്റൊരു ശിഷ്യനും. ഇവരുടെ യാത്രയിൽ സഹയാത്രികനായി ഒരു അപരിചിതനും കൂടുകയാണ്. ഈ 2 ശിഷ്യന്മാരുടെ ഉള്ളിൽ നിരവധി ആശങ്കകളുണ്ട്. അവർക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. കാരണം അവരുടെ ഗുരുവും നാഥനുമായ യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെ ഭയത്തിലും സംശയത്തിലും മുന്നോട്ട് പോവുകയാണ് ഈ 2 ശിഷ്യന്മാർ. അവർ തർക്കിക്കുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു പരിചയവുമില്ലാത്ത ഒരു മനുഷ്യൻ അവരുടെ സഹയാത്രികനായി കൂട്ടം കൂടുന്നത്. സെനോഫോബിയ ഉള്ള കാലത്ത്, അപരിചിതരെ സംശയിക്കേണ്ടവരാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മളും ഒരുപക്ഷെ ഈ ശിഷ്യന്മാരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഈ അപരിചിതനെ കൂടെ കൂട്ടില്ല. എന്നാൽ ഈ 2 ശിഷ്യന്മാർ അവരുടെ ഹൃദയത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ അപരിചിതനോട് പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? പറയുന്നത് യുക്തിസഹമാണോ? ഇതൊരു ഔചിത്യമില്ലായ്മയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. നമ്മുടെ സംശയങ്ങൾ എന്തായാലും ഈ 2 ശിഷ്യന്മാർ ഈ അപരിചിതനോട് അവരോട് ഹൃദയപൂർവ്വം സംസാരിക്കുന്നു. അവരുടെ ആശങ്കകൾ, ഭയം എല്ലാം ഈ അപരിചിതനോട് പങ്കുവയ്ക്കുന്നു. ഈ അപരിചിതനോടുള്ള ഇവരുടെ സൗഹൃദത്തിൻ്റെയും സമ്പർക്കത്തിൻ്റെയും ഫലമായി ഇവർ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് കണ്ടെത്തുന്നു. ദൈവം വേഷം മാറി അപരിചിതനായി ഈ 2 പേരെ സന്ദർശിച്ചു എന്ന് നാം കണ്ടെത്തുകയാണ്. പരൻ വേഷം മാറി വരുന്നതാണ് അപരിചിതൻ. ഈ ഒരു വലിയ തിരിച്ചറിവാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. പലപ്പോഴും നമ്മെ ശക്തിപ്പെടുത്താനും നമ്മുടെ ആശങ്കകളുടെ പൊള്ളത്തരം ബോധ്യപ്പെടുത്താനും നമ്മെ ധൈര്യപ്പെടുത്താനും ദൈവം മാലാഖമാരെ അയക്കും. ഒരുപക്ഷേ അവർ നമുക്ക് അപരിചിതരായിരിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ, പത്രങ്ങളിൽ നാം വായിച്ചിട്ടുള്ള ഒരു വാർത്തയുടെ പേരിൽ അപരിചിതരെ ഭയത്തോടെ മാറ്റി നിർത്തുകയല്ല. അപരിചിതൻ ഒരുപക്ഷേ പരൻ നമ്മെ പരിചയപ്പെടാൻ കണ്ടെത്തുന്ന മാർഗമാണെങ്കിലോ? സെനോഫോബിയ ഒരു പാപമാണ്. ദൈവം വേഷം മാറി നമ്മെ സന്ദർശിക്കുന്നത് നമുക്ക് പരിചയമുള്ള മനുഷ്യരിലൂടെ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. അപരിചിതരിലൂടെയും അവൻ നമ്മെ സന്ദർശിക്കാം. പക്ഷേ അപരിചിതരെ ഭയത്തോടെ മാറ്റി നിർത്തിയാൽ നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തെ നാം എങ്ങനെ തിരിച്ചറിയും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.